ബാലചന്ദ്രൻ അലീനയെ സ്റ്റാൻലി ഏൽപ്പിച്ചിട്ട് പോകുകയാണ്. ഇറങ്ങാൻ നേരത്ത് ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ഊന്നുവടിയെയാണ് ഞാൻ ഏൽപ്പിച്ച് പോകുന്നത്. അത് ഇനി എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ, ഇവിടെ ഒരു ഭാരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പോൾ വന്ന് കൂട്ടിയിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നേരെ മരുന്ന് കഴിക്കണം, മക്കൾ അച്ഛൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാകും, എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അവരുടെ കൂടെ അഭിപ്രായം ചോദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് അവിടെ ഇന്ന് തങ്ങിയിട്ട് നാളെ പോകുള്ളൂ. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്നോട് ചോദിക്കും, ചേച്ചിയെ കൊണ്ട് എവിടെയും കൊണ്ട് ആക്കിയോ എന്നുള്ളതൊക്കെ ചോദിക്കും. അതൊന്നും താങ്ങാനുള്ള മനസ്സെനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. സ്റ്റാൻലി ആൻ്റപ്പനെ വിളിച്ചിട്ട് അലീനയുടെ ബാഗ് കൊണ്ട് അകത്ത് വെക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട, എനിക്ക് താങ്ങാവുന്നതേ ഉള്ളൂ, ഇതിലും വലിയ ഭാരം ഞാൻ താങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റൂം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആൻ്റപ്പൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഇത്ര വലിയ റൂമൊന്നും വേണ്ട, എനിക്കൊരു ചെറിയൊരു റൂം മതി, എൻ്റെ ബാഗും സാധനങ്ങളും വെക്കണം, അത്രയും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലും വലുത്, ഇനിയുള്ള റൂമെല്ലാം ഇതിലും വലുതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ ഡോഗുകളൊക്കെ 2 ഡോഗുകളും കൂടെ അലീനയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് അലീന സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റൂമിനടുത്ത് എനിക്കൊരു ചെറിയൊരു കുഞ്ഞു റൂം കിട്ടിയാലും മതി എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാൻലി വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് നല്ല ഡ്രസ്സ് നമുക്ക് എടുക്കാൻ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കീറിയ ഡ്രസ്സ് തുന്നിയിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള ഡ്രസ്സ് തന്നെ ധാരാളമാണ്, അന്നില്ലാത്ത സൗകര്യങ്ങളൊന്നും ഇന്ന് എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല എന്ന് അലീന പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പോലെയല്ല, നീ ഇപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ എൻ്റെ മകളാണ്, കേണൽ സാബിൻ്റെ മകളായിട്ടാണ് നീ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗമയൊക്കെ വേണം, അതുകൊണ്ടാണ് ഇനി ഇവിടെയുള്ള ജീവിത രീതി നീ ശീലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. റൂമിലൊരു TV വെക്കണം, കോസ്മെറ്റിക്സ് ഐറ്റംസ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ എഴുതിത്താ, ഞങ്ങൾ പോയി മേടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി. അപ്പോൾ വേണ്ട, എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്. ഒരുപാട് പൈസ ചിലവാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്, അല്ലാതെ കുറ്റപ്പെടുത്തിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് അലീന പറയുന്നുണ്ട്. മനു വിളിച്ചിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അലീനയെ കൊണ്ട് ആക്കിയോ, തിരിച്ചു വരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ, തിരിച്ചു വരണ, ഞാനിപ്പോൾ അങ്കിളുടെ വീട്ടിലാണുള്ളത്, ആൻറ്റി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പോയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ അലീന പോയതുകൊണ്ട് അവൾ എത്തിയതായിരിക്കും ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും അറിയോ ഇങ്ങനെ ഒരു മകളുണ്ട്, അയാൾക്ക് സ്റ്റാൻലിക്ക് ഇങ്ങനെ ഒരു മകളുണ്ട് എന്നുള്ളത് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ അന്വേഷിച്ചില്ല, ഞാൻ ചോദിച്ചില്ല, ഇനി അവരത് മാനേജ് ചെയ്തോളും, എനിക്ക് അതല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇനി അതും കൂടി എനിക്കെടുത്ത് തലയിൽ വെക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.